നമുക്ക് വില്ലയോ ഫ്ലാറ്റോ ഒക്കെ സ്വന്തമായിട്ടുള്ള വില്ലകൾ ആളുകൾക്ക് താമസിക്കാൻ കൊടുക്കാം. അതാണ് കോൺസെപ്റ്റ്. ഹോട്ടലിൽ പോയി താമസിക്കുന്നതിന് പകരം വിവാദക്കാടെ ഒരു ഫ്ലാറ്റ് അവിടെ ഉണ്ട്, വിവാദക്ക നാട്ടിൽ പോവുകയാണ്, ഈ ഫ്ലാറ്റ് ഇങ്ങനെ വെക്കുന്നതിന് പകരം വേറൊരു പാർട്ടിക്ക് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വാടക കൊടുക്കുന്നു. പക്ഷെ അതൊരു ബിസിനസ് സാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ബിസിനസ് സാധ്യത അതിലേക്ക് വന്നു, ആളുകളൊക്കെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവാദക്ക കുറച്ച് ഫ്ലാറ്റുകൾ വാങ്ങിച്ച് ഫർണിഷ് ചെയ്ത് ഈ ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്നു. നമുക്ക് കൺസൾട്ടൻസി കൊടുക്കാൻ പറ്റും. ഏതൊക്കെ ഏരിയകളിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി എടുത്താലും ഏറ്റവും കൂടുതൽ പോവുക, മറീലയിലാണോ, ഡൗൺ ടൗണിലാണോ, അല്ലെങ്കിൽ ജുമേറയാണോ, ജുമേറയിൽ എടുക്കുകയാണെങ്കിൽ വില്ല എടുക്കണോ, അതോ ഫ്ലാറ്റ് എടുക്കണോ, ഇവിടെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, അങ്ങനെയുള്ള കൺസൾട്ടൻസി കൂടി നമുക്ക് കൊടുക്കാനും സാധിക്കും. ഈ ലൈസൻസ് തുടങ്ങുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ ലൈസൻസ് പോലെ തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഫോർ എക്സാമ്പിൾ ദുബായിൽ ഒരു പക്ഷേ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരാൾക്കാർക്ക് ഒരു പക്ഷേ കുറച്ച് ആളുകൾ ഫ്ലാറ്റ് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോഴും റിയാസ് ബൈ ഇപ്പോൾ ദുബായ് പോഡ്കാസ്റ്റും UAE വേർഷൻ പോഡ്കാസ്റ്റ് ഞാൻ റിയാസ് അക്കീമും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് അവിടുത്തെ ആളുകളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അതിൽ കൊണ്ടുവന്ന് കഥ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റൻഷൻ ആക്ച്വലി. അപ്പം നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കാണിക്കണം. അതുപോലെ തന്നെ അപ്പം നമ്മൾ എമിറേറ്റ്സ് സൈഡ് നമുക്കില്ലല്ലോ, നമ്മൾ വിസിറ്റിങ്ങിന് പോകണട്ടാണ് ഇപ്പോഴും. അപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുക. അപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് കാണിച്ചാലാണ് അവർ കയറ്റി വിടുക. ഇവിടെ നിന്ന് അവിടെ ചോദിക്കാറില്ല കേട്ടോ. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഹോട്ടലുകൾ അങ്ങനത്തെ ഒരു ബിസിനസ് നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരാളെന്ന രൂപത്തിൽ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വില്ലകളോ ഫ്ലാറ്റുകളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ താമസിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു സ്കോപ്പ് അവിടെ ഉണ്ടോ ആക്ച്വലി? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല UAE സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖല ഭയങ്കര വലിയൊരു വളർച്ച ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അടുത്ത കാലത്തെന്ന് പറയാൻ വയ്യ, കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു. കോവിഡിന്റെ സമയത്ത് കുറച്ച് പിന്നെ താഴോട്ട് പോയി. പക്ഷെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ദുബായ് എമിറേറ്റിൽ മാത്രം വന്ന കണക്കിലെടുത്താൽ 17.15 മില്യൺ 17 മില്യൺ ആളുകളാണ് ടൂറിസ്റ്റുകളായിട്ട് വന്നത് ഒരു വർഷം വരണം. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് ഈ ഹോട്ടൽ അപ്പൊ ഹോട്ടൽ ബിസിനസ് വളരെ വലുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരുപാട് ഹോട്ടൽ ശൃംഖലകളുണ്ട് അവിടെ, ചെയിനായിട്ട് നല്ല ഹോട്ടൽ റൂംസുകൾ. പക്ഷെ അതോടൊപ്പം ലോകത്ത് എല്ലായിടത്തും വളർന്നു വരുന്ന ഒരു ബിസിനസ്സാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വില്ലയോ ഫ്ലാറ്റോ ഒക്കെ സ്വന്തമായിട്ടുള്ള വില്ലകൾ ആളുകൾക്ക് താമസിക്കാൻ കൊടുക്കാം. അതാണ് കോൺസെപ്റ്റ്. ഹോട്ടലിൽ പോയി താമസിക്കുന്നതിന് പകരം വിവാദക്കാടെ ഒരു ഫ്ലാറ്റ് അവിടെ ഉണ്ട്, വിവാദക്ക നാട്ടിൽ പോവുകയാണ്, ഈ ഫ്ലാറ്റ് ഇങ്ങനെ വെക്കുന്നതിന് പകരം വേറൊരു പാർട്ടിക്ക് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വാടക കൊടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഫ്ലാറ്റ് എടുത്തു വിചാരിക്കാം. ഞാനൊരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ വന്നിട്ട് വേണമെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാനൊക്കെ പറ്റും അല്ലേ? അതെ. അപ്പോൾ അതിന് ഈ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാൻ Booking.com ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ Airbnb എന്ന് പറഞ്ഞിട്ട് ഒരു ലോകത്ത് ഇപ്പോൾ നല്ലതായിട്ട് പോപ്പുലറായി വരുന്നൊരു ആപ്പ് ഉണ്ട്. അതുകൂടാതെ VRB അങ്ങനെ 1-2 ആപ്പുകളുണ്ട്. അപ്പോൾ അതിൽ Airbnb ആണ് ഏറ്റവും പോപ്പുലർ. അതിൽ ലിസ്റ്റ് ചെയ്യിക്കലാണ്. നമ്മുടെ അടുത്ത് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മളത് ലിസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊരു ബിസിനസ് സാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ബിസിനസ് സാധ്യത അതിലേക്ക് വന്നു, ആളുകളൊക്കെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവാദക്ക കുറച്ച് ഫ്ലാറ്റുകൾ വാങ്ങിച്ച് ഫർണിഷ് ചെയ്ത് ഈ ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്നു. അതിപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിക്കൊണ്ട് ആ മേഖല ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ആളുകൾ ചെയ്യുന്ന ലൈസൻസാണ് വെക്കേഷൻ ഹോംസ് റെൻ്റൽ എന്ന് പറഞ്ഞ ബിസിനസ്. വെക്കേഷൻ ഹോം റെൻ്റൽ. അപ്പോൾ ആ ബിസിനസ്സിന് ആ ലൈസൻസ് എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്തരം അതായത് മറ്റു വ്യക്തികളുടെ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ വില്ലകൾ വേണമെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് അത് കൊടുക്കാനായി സാധിക്കും. അതോടൊപ്പം വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മുടെ ഫ്ലാറ്റുകൾ നമുക്ക് അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓൺ ഫ്ലാറ്റിനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ നമുക്കതൊരു വലിയ ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിലൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറിലായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ ട്രേഡ് ലൈസൻസ് എടുത്ത് നമ്മളൊരു ഓഫീസ് ഇട്ടതിന് ശേഷം പിന്നെ മറ്റു ആളുകളുടെ ഫ്ലാറ്റുകൾ ലിസ്റ്റ് ചെയ്ത് അങ്ങനെ തുടങ്ങി പിന്നീട് അതിന്റെ ഇൻകം ജനറേറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റുകൾ വാങ്ങിച്ച് അങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന വലിയൊരു മേഖലയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ ഒരു ബിസിനസ് അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ റിയാസ് ബായുടെ ഫ്ലാറ്റിൽ ഒന്ന് താമസിക്കാമെന്ന് വിചാരിക്കാം. ഏപ്രിൽ ആകുമ്പോൾ
ഞാനും ഫാമിലിയും കൂടെ ദുബായിലൊന്ന് വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് 10 ദിവസം വരുന്നു. എനിക്ക് നിങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യണം, ഇവിടെ നിന്ന് വരുമ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യണം. 10 ദിവസം ഒരു മാക്സിമം ഒരു 20,000 ദിർഹംസ് നിങ്ങൾ റെൻ്റ് ഔട്ട് വിചാരിക്കുക. ശരി. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അൽക്കുലത്ത് കാണിച്ചെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനവിടെ നശിപ്പിച്ചു, നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എക്സാമ്പിളാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കെതിരെ നിങ്ങൾ ലീഗൽ നടപടി ചെയ്യാനൊക്കെ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ വെക്കേഷൻ ഹോംസ് റെന്റൽ എന്നുള്ള ബിസിനസ് ലീഗൽ വേയിലൂടെ പോകുന്ന ബിസിനസ്സാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന പോലെ തന്നെ ചെക്ക് ചെക്ക് ഇൻ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ അതെല്ലാം ചോദിക്കുകയും ഇതിന് കൃത്യമായൊരു പിന്നെ എന്താ പറയുക മാനദണ്ഡത്തിലൂടെ പോകുന്ന ബിസിനസ്സാണ്. ഇനി അത് മാത്രമല്ല, അപ്പൊ ഞാൻ നേരത്തെ ലൈസൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞു. ആ ട്രേഡ് ലൈസൻസ് എടുത്ത ആളുകളുടെ പ്രോപ്പർട്ടീസും അവർ ലൈസൻസ് എടുത്തതിന് ശേഷം കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യണം. ഓരോ പ്രോപ്പർട്ടീസ് വരുമ്പോഴും DTC ചെയ്യണം. ദുബായ് നിങ്ങൾ 2-3 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം. പർപ്പസ് ഇതാണെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യണം. അതെ. അപ്പം അതിന്റെ റെക്കോർഡിക്കലി ഗവൺമെന്റ് കയ്യിൽ തന്നെ കൃത്യമായ രേഖകളുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഇല്ലീഗലായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല. വളരെ കൃത്യമായിട്ട് ഫ്ലാറ്റ് ലിസ്റ്റ് ചെയ്ത് ഫ്ലാറ്റിൽ ആരാണ് താമസിച്ചത്, അതാത് ദിവസം ആരാണ് വന്ന് പോയത്, എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു കാറ് റെന്റിന് എടുക്കുന്ന പോലെ തന്നെ, നമ്മുടെ കാർ എടുക്കുന്നു തിരിച്ചു കൊടുക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഇത് കൊടുക്കാം. ഈ ലൈസൻസ് തുടങ്ങുന്നതിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ ലൈസൻസ് പോലെ തന്നെ തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സാധാരണ നമ്മൾ വിർച്വൽ ഓഫീസിലൊക്കെ ബിസിനസ് ലൈസൻസ് ഉണ്ടാക്കുമല്ലോ, അതായത് ഓഫീസ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ഓഫീസ് വേണം, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓഫീസ് വേണമെന്ന് ഗവൺമെന്റ് നിയമമുണ്ട്. വിർച്വൽ ഓഫീസിൽ പറ്റില്ല, ബിസിനസ് സെന്ററിൽ പറ്റില്ല, അങ്ങനെ ഷെയറിംഗ് ആയിട്ടുള്ള ഡെസ്കുകളോ ഒന്നും പറ്റില്ല. സ്വന്തമായിട്ട് പ്രോപ്പർ ഓഫീസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു ക്രൈറ്റീരിയ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിൽ ഒരു പക്ഷേ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരാൾക്കാർക്ക് ഒരു പക്ഷേ കുറച്ച് ആളുകൾ ഫ്ലാറ്റ് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഈ സ്വന്തമായിട്ട് ഫ്ലാറ്റുകൾ വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ഒന്നുകിൽ ഇത് ഓൾറെഡി നമ്മുടെ ക്ലയൻസുകളുണ്ട് ഈ വെക്കേഷൻ ഹോംസ് റെന്റിൽ ചെയ്യുന്ന, അവരുടെ കയ്യിലേക്ക് ലിസ്റ്റ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് ഇനി ഓപ്പറേറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്തരം ബിസിനസ്സുകളിലേക്കൊക്കെ പുതിയ ജനറേഷൻ വരണം. കാരണം ഇനി നമ്മുടെ പണ്ട് ട്രഡീഷണലായി ചെയ്തിരുന്ന മേഖലയെക്കാളും ഡിജിറ്റലി ഉള്ള ഇത്തരമുള്ള ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി അതിലേക്ക് വരാമെന്നുള്ളതാണ്. അതിനകത്തുള്ള ഒരു സാധ്യത എന്ന് പറയുമ്പോൾ 2030 വിഷൻ എന്നൊക്കെ പറയുമ്പോൾ ദുബായ് ഇനിയും പുതിയ എയർപോർട്ട് വരുന്നു, വലിയ എയർപോർട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് വരുന്നു, ഇനിയും ടൂറിസ്റ്റുകൾ വരുന്നു. അപ്പോൾ വലിയൊരു പൊട്ടൻഷ്യൽ ആ ബിസിനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ്. അതിൽ നിങ്ങൾ ഇപ്പോൾ കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ് എന്ത് സർവീസാണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കാനുള്ള എല്ലാ ലീഗൽ വശങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഓഫീസിൻ്റെ കാര്യങ്ങൾ, DTCMന്റെ പെർമിഷൻ, ലൈസൻസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യണമെന്ന് പറയുമല്ലോ, അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും അതിൻ്റെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ദുബായിൽ 3-4 ഫ്ലാറ്റുകളുള്ള ആൾക്കാരാണെങ്കിൽ വെറുതെ കിടന്ന് പൊടി പിടിക്കണ്ട, ഒന്ന് വേണമെങ്കിൽ ഒരു പാസീവ് ഇൻകം ആക്കി മാറ്റാം. അതെ, അതുപോലെ നമുക്ക് കൺസൾട്ടൻസി കൊടുക്കാൻ പറ്റും. ഏതൊക്കെ ഏരിയകളിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി എടുത്താലും ഏറ്റവും കൂടുതൽ പോവുക, മറീലയിലാണോ, ഡൗൺ ടൗണിലാണോ, അല്ലെങ്കിൽ ജുമേറയാണോ, ജുമേറിൽ എടുക്കുകയാണെങ്കിൽ വില്ല എടുക്കണോ, അതോ ഫ്ലാറ്റ് എടുക്കണോ, ഇവിടെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, അങ്ങനെയുള്ള കൺസൾട്ടൻസി കൂടി നമുക്ക് കൊടുക്കാനും സാധിക്കും. നിലവിൽ ഒരാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പറ്റും. ഓക്കെ, എന്നാലും ഒരു പുതിയ ഇൻഫർമേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്തായാലും 2 ഫ്ലാറ്റ് ദുബായിൽ എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.